എവിടെയാണ് അവഗണന വരുന്നത്? ആരെയാണ് പരിഗണിക്കാതിരിക്കുന്നത്? ആരോടാണ് ബഹുമാനക്കുറവ്? ആരോടാണ് ഇഷ്ടക്കുറവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആദരിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം. ആദമിന്റെ മക്കളെ നാം ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ലോകത്ത് വേറെ ഒരു ജീവിക്കും ലഭിക്കാത്ത സുഖസൗകര്യങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്, ആസ്വാദനങ്ങളാണ്, പദവികളാണ് മനുഷ്യന് കിട്ടിയത്. എവിടേക്ക് എത്തിയവൻ? അവന് വേണ്ടിയാണ് ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ഈ ഭൂമിയിലുള്ളതെല്ലാം അവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചു. അതുകൊണ്ട് നമ്മുടെ മേശപ്പുറത്ത് ഭക്ഷണ വിഭവങ്ങളിൽ ജീവികൾ, ആ ജീവികളെ നമ്മൾ കൊന്നതാണ്, അറുത്തതാണ്. അതങ്ങനെ കടന്നു തരികയാണ്. മത്സ്യങ്ങൾ, കൂടാനുകൂടി മത്സ്യങ്ങൾ നമ്മുടെ വയറ്റിലെത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും. എന്നാൽ മനുഷ്യനെ തിന്നാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. വലഖദ് കറംനാ ബനി ആദം. അങ്ങനെയുള്ള റബ്ബിന്റെ അടിമകളായ നമ്മൾ ആദ്യം റബ്ബിനെ ബഹുമാനിക്കണം. മാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? ലാ തുർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾ അല്ലാഹുവിനെ ബഹുമാനിക്കുന്നില്ലല്ലോ എന്ന് സൂറത്തു നൂഹ് 13-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നു. വലഖദ് ഖലഖകും അത്വാറ. ഘട്ടം ഘട്ടങ്ങളായിട്ടല്ലേ അവൻ നിങ്ങളെ പടച്ചത്? രഥസ്ഖണമായി, ഇന്ദ്രിയത്തുള്ളിയായി, അവിടുന്ന് ഗർഭപാത്രത്തിലെത്തി. ഓരോ വളർച്ചയുടെ ഘട്ടങ്ങൾ അവിടുന്ന് പുറത്തേക്ക് വന്നു. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അതിനിടയിൽ ഒരു ദിവസം പെട്ടെന്ന് മയ്യിത്ത്. അവസാനിക്കുന്നില്ല സ്വർഗത്തിന്റെ സുഗന്ധം, സ്വർഗത്തിന്റെ വിരിപ്പ് കബറിൽ, അന്ത്യനാട് വരെ. എന്നിട്ട് അന്ത്യനാട്, അവിടെ അല്ലാഹുവിന്റെ തണൽ, ചെറിയ വിചാരം, സ്വർഗത്തിലേക്ക്. ഈ കാലഘട്ടം അത്രയും അന്ത്യമില്ലാത്ത ശാശ്വതമായ കാലമത്രയും റബ്ബ് നമ്മളെ ബഹുമാനിക്കുക തന്നെയാണ്. ആദ്യം പറഞ്ഞത് മനുഷ്യനെ ബഹുമാനിച്ചു എന്നാണ്. അതിലെല്ലാവരും പെടും, ഉള്ളവരും ഇല്ലാത്തവരും, പണക്കാരും പണിക്കാരും പട്ടിണിക്കാരും, ശിർക്കും തൗഹീദും, നിസ്കാരവും നിസ്കാരല്ലായ്മയും, കള്ളും കഞ്ചാവും ഒക്കെ പെടും. അത് മനുഷ്യന് കൊടുത്ത ബഹുമാനമാണ്. എന്നാൽ സത്യവിശ്വാസികൾക്ക് കൊടുത്ത ബഹുമാനമാണ്. ഇങ്ങനെയുള്ള റബ്ബിന്റെ ആളുകളാണ് നമ്മൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് റബ്ബിനെ ബഹുമാനിക്കണം. ഓരോരുത്തർക്കും പരിഗണന കൊടുക്കണം. എല്ലാ രംഗങ്ങളിലും റബ്ബ് എന്താ കൽപ്പിച്ചത്, പറഞ്ഞത്, ഏൽപ്പിച്ചത് അത് ചെയ്യാൻ. എന്താ വിലക്കിയത്, എതിർത്തത്, നിരോധിച്ചത് അത് ചെയ്യാതിരിക്കാൻ. റബ്ബിനെ ബഹുമാനിക്കുന്ന, അങ്ങേയറ്റത്തെ ബഹുമാനം കൽപ്പിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിൽ പോകുമ്പോ തുണി പൊക്കുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമാണ്. ആദ്യം തന്നെ പൊക്കിയിട്ട് പോവുകയല്ല. അത് നബി, അള്ളാഹുവിനോടുള്ള നബിയുടെ ബഹുമാനത്തിന്റെ ഭാഗമാണ്. എല്ലാ രംഗത്തും അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ, അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന രീതി സ്നേഹബഹുമാനത്തിൽ മുക്കിപ്പൊരിച്ചത്. രണ്ടാമതായി നമ്മൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കും. ആ ബഹുമാനം എന്നത് പേടിയുള്ള ബഹുമാനമല്ല, സ്നേഹത്തിന്റെ ബഹുമാനമാണ്. അള്ളാഹുവിനോടുള്ള ഭയവും ഭക്തിയാണ്. പേടിച്ചു മാറിക്കുന്നല്ല, അള്ളാഹുവിനോട് അടുക്കണം എന്നാ തോന്നുന്നത്. അപ്പൊ ആ പേടിയല്ല, സാധാരണ പേടിയല്ല. പേടിക്കുന്നവയിൽ നിന്ന് അകന്നു നിൽക്കാനാണല്ലോ. അങ്ങനെയല്ല, അടുക്കുകയെന്ന്. അള്ളാഹുവിന്റെ അടുക്കലേക്ക്, അള്ളാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക് വേഗം വരും. ധൃതി പിടിക്കുവിൻ, മത്സരിച്ചു മുന്നേറുവിൻ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ ഓടി വരും. നമ്മൾക്ക് എല്ലാവർക്കും തോന്നുന്നത്, തോന്നേണ്ടത് റബ്ബുമായിട്ട് അടുക്കണം തന്നെയാണ്.
കാരണം അടുത്താൽ അതനുസരിച്ച് സ്വർഗമാണ്. ഇവിടെയുള്ള എല്ലാ വിഷമത്തിനും വേദനയ്ക്കും കൂലിയാണ്. അതാ അടുപ്പത്തിന്റെ ഭാഗമാണ്. നമ്മളേക്ക് അടുപ്പമുള്ള ഒരാള് നമ്മളെ എന്തെങ്കിലും തട്ടി അറിയാതെ നമ്മൾ സാരല്ല എന്നെ വിചാരിക്കും, അല്ലേ? അത് അടുപ്പത്തിന്റെ ഭാഗമാണ്. റബ്ബ് നമ്മളെ എല്ലാവരെയും അടുപ്പിക്കുമാറാകട്ടെ. എങ്ങനെയാണ് റബ്ബ് അകറ്റുക, എങ്ങനെയാണ് റബ്ബിൽ നകലുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, ബഹുമാനവും ആദരവും അനുസരണവും നബിയെ നമ്മൾ കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ശബ്ദം കേട്ടിട്ടില്ല, അവിടുത്തെ മുഖം എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞിട്ടില്ല, അവിടുത്തെ വസ്ത്രം നമ്മൾ കണ്ടിട്ടില്ല, പാത്രങ്ങൾ കണ്ടിട്ടില്ല, മുടി കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് ഒരു ബന്ധമുണ്ട്, എന്തെന്നില്ലാത്തൊരു ആത്മബന്ധം. മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, കൂട്ടുകുടുംബാദികളെക്കാൾ ഒരു ബന്ധം. മൂന്നാമതായി നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് എന്ന് വിചാരിക്കുന്നു. ബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, അവരോട് എന്ന് പറയരുത്. എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ മാതാപിതാക്കൾക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്ന, മാതാപിതാക്കൾക്ക് വേണ്ടി ഒരുപക്ഷെ മറ്റുള്ളവരുടെ പഴി കേൾക്കുന്ന ആൾക്കാർ, പാപ്പാക്കുമ്മാക്കും പെങ്ങന്മാർക്കും ഒക്കെ എന്തെങ്കിലും കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ചില ഭാര്യമാര് ഈ ലോകത്തുണ്ട്. അത് നമ്മുടെ മോളാണോ, നമ്മുടെ പെങ്ങളാണോ, ഈ ഇരിക്കുന്ന ഭാര്യമാരാണോ എന്തിനത്ര വാപ്പാക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നേ? അങ്ങനെയാണോ? അല്ല എന്ന് വരണം ഉറപ്പായും. നിങ്ങൾ വാപ്പാക്ക് കൊടുക്കിൻ, ഉമ്മാക്ക് കൊടുക്കിൻ, പെങ്ങന്മാരെയൊക്കെ നോക്കിൻ എന്നാണല്ലോ പറയേണ്ടത്. ആണ്, അതൊക്കെ തിരിച്ചു കിട്ടുകയാണ്. അപ്പോ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന മക്കള്. മൂന്നാമതായി മാതാപിതാക്കളാണ്. നാലാമത്തേത് മക്കളാണ്. ആ മക്കൾക്ക് കിട്ടേണ്ട സ്നേഹവും ബഹുമാനവും മാതാപിതാക്കളിൽ നിന്ന് തന്നെ കിട്ടണം. ലൈസ മിന്നാ മല്ലം യുവഖിർ കബീറനാ വലം യർഹം സഗീറനാ. റബ്ബ് നമുക്ക് റസൂലിന്റെ സന്ദേശമായി പഠിപ്പിച്ചു, ലൈസ മിന്നാ, നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, മല്ലം യർഹം സഗീറനാ, ഇളയവരെ ലാളിക്കാത്ത, വലം യുവഖിർ കബീറനാ, മുതിർന്നവരെ മാനിക്കാത്ത. മൂന്ന് തരം ആൾക്കാരാണ്. ഒന്ന് മുതിർന്നവർ, രണ്ട് സമപ്രായക്കാർ, മൂന്ന് ഇളയവർ. ലോകത്തുള്ള എല്ലാവരും അങ്ങനെയെന്നാണ്. അപ്പോ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഒരു നിമിഷത്തിന് മുതിർന്നവരുണ്ടെങ്കിൽ, ഇണയാണെങ്കിൽ ആദ്യം പ്രസവിച്ചത് ഏതാണോ ആ ആള് മൂത്തത്. സമപ്രായമാണ്, ഒരു നിമിഷം, ഒരു മിനിറ്റ് ബാക്കിയുള്ളൂ. ഒരേ ദിവസം ജനിച്ചവരാണെങ്കിൽ പോലും മുതിർന്നവരാണോ ആ മുതിർന്നവരോട് ബഹുമാനം. എന്തിനാ അതൊക്കെ പറഞ്ഞത് ഇസ്ലാം? അവരോട് സംസാരിക്കുമ്പോ ഒരു ചെറിയ വ്യത്യാസം, എടാ പോടാ എന്ന രീതിയിലല്ല. സമപ്രായക്കാരാകുമ്പോൾ എടാ പോടാ എന്ന രീതിയിൽ തന്നെ ആകും, എടി പോടി എന്ന രീതിയിൽ തന്നെയാവും. എന്നാലും അവര് മനുഷ്യരാണ്, അവർ അല്ലാഹുവിന്റെ അടിമകളാണ്. അവർക്ക് പ്രത്യേകമായ കഴിവുകളുണ്ട്, അറിവുണ്ട്. വേറൊരു തരം തിരിവ് അറിവുള്ളവരും അറിവില്ലാത്തവരും. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമല്ല എന്ന് അല്ലാഹു. അറിവ് ഉള്ള ആൾക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നു. അറിവുള്ള ആള് ഇബാദത്ത് ചെയ്യുന്ന ആളെക്കാൾ മേലെയാണ്, കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആളെക്കാൾ മേലെയാണ് അറിവുള്ള ആള്. ഏതറിവ്? ഇന്ന ഇലാ റബ്ബിക റുജ്ആ, റബ്ബിങ്കലേക്കാണ് മടക്കം, റബ്ബിങ്കലേക്കാണ് മടക്കം എന്ന് മനസ്സിലാക്കുന്ന അറിവ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, റബ്ബേ ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല എന്ന് മനസ്സിലാക്കുന്ന അറിവ്. ഫഖിനാ അദാബന്നാർ, റബ്ബേ നരകത്തിൽ രക്ഷിക്കണേ എന്ന അറിവ്. അല്ലാഹുവിലേക്ക് അടുക്കുന്ന അറിവ്. അറിവുള്ള ആള് റബ്ബുമായി അകലുകയല്ല. നിങ്ങൾ കാണുന്നു എന്ത്,
വലിയ 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 ആളുകൾ സാധാരണ ജമാഅത്തിനൊന്നും വരൂല. ചിലര് വലിയ ആൾക്കാര് മയ്യത്ത് നിസ്കരിക്കുന്നിടത്തേക്കൊന്നും വരൂല, മെല്ലെ വരിയിലൊന്ന് കണ്ടുപോകും. ഇനി മയ്യത്ത് നിസ്കരിച്ചാലും ശരി ഖബറുകളൊക്കെ ഒന്നും വരൂല. അങ്ങനെയല്ല, ഓക്ക് വലിയ ആൾക്കാരാണ് എന്ന്. അങ്ങനെയല്ല വലിയ ആൾക്കാർ. വലിയ ആൾക്കാർ ഉലായിക്കല്ലതിനെ യദഊന, ഈ ആളുകൾ ആരെയാ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിനെ, ഈസാ നബിനെ, മറിയം ബീവിനെയൊക്കെ അല്ലേ? യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ്. അവരിൽ അള്ളാഹുവോട് ഏറ്റവും അടുത്ത ആള് എന്താ ചിന്തിക്കുന്നത്, അന്വേഷിക്കുന്നത്? അള്ളാനേറ്റ് എന്താ അടുക്കാൻ വഴീനാ. നമ്മുടെ നാട്ടിൽ വലിയ ആളുകളാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അവര് പള്ളിയുമായി ബന്ധം കുറയുന്നു, എപ്പോഴെങ്കിലൊക്കെ വരും. തോന്നിയാസം കൊണ്ടൊന്നല്ല കേട്ടോ, വലിപ്പത്തരം കൊണ്ട്. അങ്ങനെയല്ല. റസൂലാണ് ഏറ്റവും കൂടുതൽ റബ്ബുമായി അടുത്തത്. റസൂലാണ് ഏറ്റവും കൂടുതൽ സുന്നത്ത് നിസ്കരിച്ചത്. അപ്പോ ആ നിലക്കുള്ള വലിപ്പത്തരം അല്ല, അറിവിന്റെ ബഹുമാനം, അറിവിനോടുള്ള ബഹുമാനം. ആരാ ഇമാമത്ത് കണ്ടത്? കൂടുതൽ ഓതാൻ അറിയുന്ന ആള്, അല്ലെങ്കിലോ കൂടുതൽ അറിവുള്ള ആള്, അതും അല്ലെങ്കിലോ പ്രായം കൂടിയ ആള്. കാറ്റഗറി നിശ്ചയിച്ചു. ഇനി അതൊക്കെ ഒപ്പാണെങ്കിലോ ആരാ ബദറിൽ പങ്കെടുത്തത്? അത് എന്തൊരു ബഹുമാനത്തിന്റെ മതമാണ്. എല്ലാം നോക്കണം. അപ്പോ മുതിർന്നവരെ ബഹുമാനിക്കുന്നു, ഇളയവരെ ലാളിക്കുന്നു, സമപ്രായക്കാരോട് ചങ്ങാത്തം കൂടുന്നു, ചങ്ങാതിമാരാകുന്നു. അല്ലേ? ചങ്ങാതിമാരെങ്ങനെയാണോ അങ്ങനെയാ നമുക്ക് പരലോകത്ത്. ഇന്ന ചങ്ങാതിയല്ലേ, ഇന്നാളെ ചങ്ങാതിയല്ലേ. അപ്പോ നല്ല ചങ്ങാത്തം. ഓരോരുത്തരും ചിന്തിക്കണേ, മയ്യുഹാലിൽ, ആരാണ് ചങ്ങാതി, ആരുമായി ചങ്ങാത്തം കൂടണം. യാ ലൈതനി ലമ്മത്തഖിദ് ഫുലാനൻ ഖലീല. റബ്ബേ, അയാളെ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ, അവളെ കൂട്ടുകാരിയാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അന്ന് കരയുന്ന, വിലപിക്കുന്ന, വിരൽ കടിക്കുന്ന യൗമയ അല്ലാലിമു അലാ യദൈ. രണ്ട് കൈയും കടിക്കുകയാണ്. നമ്മളൊരു വിരലടിക്കുന്നല്ല പറയാ, രണ്ട് വിരലും രണ്ട് കൈയും കടിക്കുന്നൊരവസ്ഥ വരാൻ പോകുന്നു എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മളോട് തിന്മ ഉപദേശിക്കുന്ന, നന്മ തടയുന്ന, നല്ലത് ചെയ്യാൻ സമ്മതിക്കാത്ത ആൾക്കാരെ നമ്മളുടെ കൂട്ടുകാരാക്കരുത്. പലിശക്ക് കൂട്ടുനിൽക്കുന്ന, സ്ത്രീധനത്തിന് കൂട്ടുനിൽക്കുന്ന, കൈക്കൂലിക്ക്, കള്ളിന്, കഞ്ചാവിന്, തിന്മക്ക്, വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്ന ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അവരുടെ കൈ നമ്മുടെ ചുമലിൽ വീഴില്ല. തഖിയ്യായ, ഭയഭക്തിയുള്ള ഒരാളെ നിന്റെ ഭക്ഷണം കഴിക്കാവൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സമപ്രായക്കാർ എങ്ങനെയുള്ളവരാകണം? നല്ല മനുഷ്യരാകണം. നല്ല മനുഷ്യരാകണം. നമുക്ക് മറ്റു മതസ്ഥരുമായി സൗഹൃദം ഉണ്ടാകാം, ചങ്ങാതിമാരാകാം. പക്ഷേ എന്താകണം? നല്ല മനുഷ്യരാകണം. ക്രിസ്ത്യൻ പെൺകുട്ടികളെ കല്യാണം കഴിക്കുവാൻ ചില ഘട്ടങ്ങളിൽ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. എന്തു വേണം? അവര് പതിവ്രതകളാകണം, കാമുകന്മാരെ സ്വീകരിക്കാത്തവരാകണം, വ്യഭിചരിക്കാത്തവരായിരിക്കണം, നല്ല മനുഷ്യരാകണം. അതുകൊണ്ട് നമ്മുടെ സത്യവിശ്വാസികളായ സഹോദരങ്ങൾ എല്ലാവരെയും നമ്മൾ ചങ്ങാതിമാരാക്കണം, നല്ലവരെ കൂട്ടുപിടിക്കണം. അപ്പോ നമ്മുടെ സുഹബത്ത്, നമ്മുടെ ചങ്ങാത്തം, സഹവാസം അങ്ങനെയാകണം. അപ്പൊ നമ്മുടെ മക്കളെ സഹവാസോ, മകന്റെ കൂട്ടുകാരൻ ആരാ, മകളെ കൂട്ടുകാരി ആരാ? ഒരു കഷ്ണം തുണി തലയിലിടാത്തവളാണോ? നിസ്കരിക്കാത്തവളാണോ? നിസ്കരിക്കാത്തവനാണോ നമ്മുടെ മകന്റെ ചങ്ങാതി? പറ്റില്ല, പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വൻ. ചങ്ങാതിമാർ ബദ്ധശത്രുക്കളായി മാറും. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വൻ ഇല്ലൽ മുത്തഖീൻ. ഭയഭക്തിയില്ലാത്തവരാണ് എങ്ങനെയാകുക? ഭയഭക്തിയുള്ളവരോ നല്ല ചങ്ങാതിമാരാകും. അപ്പൊ നമുക്ക് സാക്ഷി വേണം.
എന്തിനാണ് സാക്ഷി? മോഷ്ടിച്ചതിനാണോ? തരികിട കാണിച്ചതിനാണോ? ജമാഅത്തിൽ പങ്കെടുക്കാത്തതിനാണോ? അല്ല, നല്ല നല്ല കാര്യങ്ങൾക്ക് സാക്ഷിയാകണം. അപ്പോ ചങ്ങാതിമാർ, സമപ്രായക്കാർ, മുതിർന്നവരും ഇളയവരുമായ ചങ്ങാതിമാർ, അവരെല്ലാവരും എങ്ങനെയാകണം? നല്ലവരാകണം. അതുകൊണ്ട് വയസ്സിന് മൂത്തവരോട് എടാപോടാന്ന് പറയരുത്. കുട്ടികൾ തട്ടിക്കയറരുത്. മാതാപിതാക്കൾ കുരച്ചു ചാടരുത്. ഉമ്മാന്റെ പല്ല് കേടുവരുത്. ഇത് പല്ലിറുമീറ്റ്. കൈ വെറുതെ വേദനിക്കരുത്. കൈകൊണ്ട് നടുമ്പർത്തൊന്നായിട്ട് കൊടുക്കലല്ല, വേദനിക്കണം, പക്ഷെ ദേഷ്യം മാറാനാകരുത്. മക്കളെല്ലാവരും ബാപ്പാന്റെയും ഉമ്മാന്റെയും ഉറ്റ ചങ്ങാതിമാരാകണം. തമാശയൊക്കെ പറയാൻ സാധിക്കണം. ഭാര്യാഭർത്താക്കന്മാരും അങ്ങനെ തന്നെ. അപ്പോ ഏത് കുട്ടിയാണ് നാട് വിട്ടു പോകുന്നത്? ഏത് കുട്ടിയാണ് കള്ളിനും കഞ്ചാവിനും അടിമയാവുന്നത്? ഇതാ സ്വന്തം ഉമ്മയെ കഴുത്തറുത്തു കൊന്ന മകൻ, ലഹരിക്കടിമയായി സ്വന്തം കാമുകനെ വിഷം കൊടുത്തു കൊന്ന പെണ്ണ്. എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രിൻസിപ്പാളോടും അധ്യാപകരോടും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന, മൊബൈൽ പിടിച്ചതിന് ഭീഷണിപ്പെടുത്തുന്ന മകൻ, വിദ്യാർത്ഥി. കുറ്റം ഒരു ഭാഗത്ത് മാത്രമല്ല. നമ്മുടെ രാജ്യത്തെ പല ആളുകളും ലോകത്തോട് പറഞ്ഞത്, നിങ്ങൾ സ്വതന്ത്രരാണ്. എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം, എന്റെ മനസ്സ് എന്റെ സ്വാതന്ത്ര്യം, എന്റെ ജീവിതം എന്റെ സ്വാതന്ത്ര്യം, നമ്മളാരും ഇടപെടണ്ട എന്ന് പറഞ്ഞ് അത് കേട്ട് വളർന്ന കുട്ടികൾ ഇങ്ങനെ കുരച്ചു ചാടുന്നു. അധ്യാപകർക്ക് ശിക്ഷ നടപ്പാക്കാനോ കാര്യങ്ങൾ പറയാനോ ഉള്ള ധൈര്യം കിട്ടാതാകുന്നു. ഇവിടെയാണ് മാതാപിതാക്കളുടെ പ്രസക്തി. മാതാപിതാക്കൾ പറയണം അധ്യാപകരോട്, എന്റെ കുട്ടിയെ നിങ്ങൾ നല്ല നിലക്ക് ശാസിക്കണം, തലോടണം, തല്ലാനുമുള്ള അധികാരം വേണമെങ്കിൽ കൊടുക്കണം. വീട്ടിൽ നിന്നാണ് പോകുന്നത്, മാതാപിതാക്കളുടെ വീട്ടിൽ നിന്നാണ് പോകുന്നത്, മുതിർന്നവരുടെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. ആ കുട്ടി എങ്ങനെയുണ്ട്, നമ്മളെ മോൾ എങ്ങനെയുണ്ട്? അധ്യാപകരോട് മോശമായോ നന്നായിട്ടോ പെരുമാറുക. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നു അവരെന്താ പഠിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്, സഹാബത്തിന്റെ ചരിത്രമാണ്, ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും ചരിത്രമാണ്. തുടക്കം മുതൽ തന്നെ എങ്ങനെയാ പെരുമാറിയത്? തുടക്കത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? കുടുംബത്തിന്റെ തുടക്കം വിവാഹമാണ്. വിവാഹം കഴിക്കുന്നത് തെരഞ്ഞെടുത്തിട്ടാണ്. നോക്കിയതെന്താ? അന്വേഷിച്ചതെന്താ? നിസ്കാരമാകണം, തൗഹീദാകണം, സകാത്ത്, നോമ്പ്, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ. പെണ്ണിന്റെ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം പലിശയില്ലാത്തതാകണം, സ്ത്രീധനമില്ലാത്തതാകണം, കൈക്കൂലിയില്ലാത്തതാകണം. ആണിന്റെ വീട്ടിലും അങ്ങനെയാകണം. വീടും ചുറ്റുപാടും കണ്ടു മുഖം നോക്കി പോരാ, മനസ്സെങ്ങനെയുണ്ട് നോക്കണം. ഓന്റെ വീട്ടിൽ കഞ്ഞിക്കരി പറയല്ലോ, മകളെ കെട്ടിക്കുന്നതിനെ കുറിച്ച് പറയും. കഞ്ഞിക്ക് ആക്കുക, കഞ്ഞിക്കലാക്കുക, കഞ്ഞിക്കലത്തിലേക്ക് ആക്കുക പോരാ. ആ കഞ്ഞിക്കലത്തിലെ ഭക്ഷണം ഹലാലാകണം. ആ കഞ്ഞിക്കലത്തിൽ ഹറാമും ഹലാലും നോക്കുന്നവരാകണം, സിനിമയില്ലാത്തവരാകണം. ആ നിലക്ക് വേണം തുടക്കം. അപ്പൊ അവിടെ അസ്ഥിവാരം പണമല്ല, പണ്ടമല്ല, പറമ്പല്ല, ആ നിലക്കുള്ളത്. ആ വിവാഹം ഇസ്ലാമികമാകണം. അവർ ഇണചേരുമ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കണം, പ്രാർത്ഥനകൾ നിർവഹിക്കണം. റബ്ബേ ദുരിയത്തൻ ത്വയ്യിബത്തൻ, നല്ല ഇണയെ, നല്ല സന്തതി പരമ്പരകളെ താ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ നല്ല സന്താനങ്ങളെ താ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു? സഈദ് ബിൻ മുസയ്യബ് റഹിമഹുള്ള പറയുകയാണ്, മോനെ, ഞാൻ നിന്റെ കാര്യത്തിന് വേണ്ടി അധികം നിസ്കരിക്കുന്നുണ്ട്. നിനക്ക് നന്മ വരാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നിനക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നുണ്ട്. ഓന്റെ നിസ്കാരമല്ല, ബാപ്പാന്റെ നിസ്കാരം തന്നെ. എന്തിനാ ബാപ്പ കൂടുതൽ നിസ്കരിക്കണേ? മക്കൾ നന്നായി ഉഷാറായിട്ട് വളരാൻ,
എന്നിട്ട് വക്കാന അബൂഹുമാ സ്വാലിഹ നമ്മൾ ഓതിയില്ലേ സൂറത്തുൽ കഹ്ഫിൽ, ആ രണ്ടാളുടെയും ബാപ്പ നല്ലവനായിരുന്നു. അങ്ങനെ ആ മക്കൾ നന്നാകാൻ വേണ്ടി കൂടുതൽ നിസ്കരിക്കുന്ന ബാപ്പയും ഉമ്മയും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രാർത്ഥിക്കുന്നു, മന്ത്രിച്ചു കൊടുക്കുന്നു. ഹസൻ ഹുസൈനു വേണ്ടി, പേരക്കുട്ടികൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, മന്ത്രിക്കുന്നു. അങ്ങനൊക്കെ നല്ല നിലക്ക് വളർത്തി കൊണ്ടുവരണം. അപ്പൊ അവർ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമ്പോ നല്ലവരായി വരും. എന്താ ഇന്ന് ക്ലാസ് എടുത്തത്, എന്തായിരുന്നു ഇന്ന് പഠിച്ചത് എന്നൊക്കെ ഒന്ന് ചോദിക്കുന്ന അവസ്ഥ. മക്കളെയും കൊണ്ടേ സുബഹിന് മസ്ജിദിൽ വരാവൂ. ളുഹുറിനും അസറിനും മഗ്‌രിബിനും നാളെ മറ്റന്നാൾ അവധിയാണല്ലോ. എല്ലാരെയും കൂട്ടിപ്പിടിച്ച് വരീൻ, എല്ലാരെയും കൂട്ടി, എല്ലാ നല്ല കാര്യങ്ങളിലും കൂട്ടി, അച്ചടക്കത്തിന്റെ മര്യാദയുടെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കിൻ. അപ്പൊ അവര് ഒച്ചടൂല. അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ് ഒച്ചടരുത്. നമ്മൾ തന്നെ കുറച്ചിയാടിയപ്പോ ശരിയാവോ? ഇല്ല. വഖ്സിദ് ഫീ മശീക, മെല്ലെ നടക്കണം. വഗ്ളുൽ മിൻ സൗതിക, ശബ്ദം താഴ്ത്ത്, ശബ്ദം താഴ്ത്ത്. നമ്മളെ വീട്ടിലും അങ്ങനെ ആകണം, അങ്ങാടിയിലും അങ്ങനെ ആകണം. പീഡിയക്കൊലായ്മയിരുന്ന് ഉറക്ക വർത്താനം പറയരുത്, മസ്ജിദിൽ ഉറക്ക വർത്താനം പറയരുത്. അപ്പോ കുട്ടികൾ അങ്ങനെയാകും. അതുകൊണ്ട് മുതിർന്നവരെ ബഹുമാനിക്കുന്നു, ഇളയവരെ ലാളിക്കുന്നു, ചങ്ങാതിമാരുമായി നല്ല കൂട്ടുകൂടുന്നു, മസ്ജിദിലേക്ക് വിളിക്കുന്നു, തഹജ്ജുദിന് വിളിച്ചുണർത്തുന്നു. അഞ്ചാമത്തെ ബന്ധം ഭാര്യാഭർത്താക്കന്മാരുടെ ബന്ധമാണ്. മനോഹരമായ ബന്ധം, സുന്ദരമായ ബന്ധം, സ്നേഹത്തിൽ മുക്കിപ്പരിച്ച ബന്ധം. വിളിച്ചുണർത്തുന്നു, വെള്ളം തളിക്കുന്നു തഹജ്ജുദ് നിസ്കരിക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും വാത്സല്യത്തിന്റെയും സുന്ദരമായ രൂപമായി മാറുന്നു. അള്ളാന്റെ അടയാളമാണ്. മിൻ ആയാതിഹി, അള്ളാന്റെ അടയാളമാണ് ഭാര്യയും ഭർത്താവും. ഈ സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ, നക്ഷത്രങ്ങളെ പോലെ, ഗ്രഹങ്ങളെ പോലെ ഭാര്യയും ഭർത്താവും നല്ല അടയാളമാകണം. അപ്പൊ പൊന്നുപോലെ സൂക്ഷിക്കണം. എടാപോടാ എന്ന് ഇങ്ങോട്ട് പറയാനോ, എടീപൊടി എന്ന് അങ്ങോട്ട് പറയാനോ മെനക്കണ്ടയില്ല. നല്ല സ്നേഹമസൃണമായ പേര് വിളിക്കണം. ഒരുമിച്ച് ജമാഅത്തായി മസ്ജിദിൽ വന്ന് നിസ്കരിക്കണം. എല്ലാ സുന്നത്തുകളും നിസ്കരിക്കണം. മസ്ജിദിൽ വരുമ്പോഴാണ് ക്ലാസ് ഉണ്ടാകുന്നത്. ആ ക്ലാസ്സുകളിലെല്ലാം പങ്കെടുക്കണം. അപ്പൊ വിരുന്നുകാരെ അതനുസരിച്ച് വരുത്തണം. യാത്രകൾ അതനുസരിച്ചാകണം. അലക്കലും കുളിക്കലും ഒക്കെ അതനുസരിച്ചാകണം. സമയത്തിന് മുമ്പ് അവര് പരസ്പരം അവര് ഫ്രീ ആണ്. അവർക്ക് മറച്ചു വെക്കാനൊന്നുമില്ല. അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത വാർത്തകളില്ല, കാണിച്ചു കൊടുക്കാൻ കേൾപ്പിക്കാൻ പറ്റാത്ത വിളികളില്ല. നല്ല അച്ചടക്കമുള്ള ബന്ധം. അപ്പോ ഭാര്യയും ഭർത്താക്കന്മാരും. ആറാമത്തത് പെങ്ങന്മാരാണ്. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പെങ്ങന്മാരും ആങ്ങളമാരും തമ്മിലുള്ള ബന്ധം, ആ സ്നേഹ ബഹുമാനത്തിൽ പൊതിഞ്ഞ ബന്ധം. അവർക്ക് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങാനും, ഇങ്ങോട്ട് വരാനും അങ്ങോട്ട് പോകാനും, അങ്ങോട്ടും ഇങ്ങോട്ട് സന്ദർശനം നടത്താനും ഒക്കെ താല്പര്യമുള്ള ബന്ധം അല്ലേ? ഈ ബന്ധങ്ങളെല്ലാം പരിഗണനയുടെ ബന്ധങ്ങളാണ്, ഒന്നും അവഗണനയുടേതല്ല. ഏഴാമത്തേത് അയൽവാസികളാണ്. അയൽവാസികള് നമ്മുടെ സാക്ഷികളാണ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് അവർ സാക്ഷികളാണ്. ഒരു ചിത്തകാര്യവും അവർ കാണാനിടവരരുത്, അറിയാനിടവരരുത്. അങ്ങനെയൊന്നും ഉണ്ടാകരുത്. അയൽവാസി വിശന്നിരിക്കുമ്പോ വിശപ്പടക്കുന്നവൻ മുസ്ലിമല്ല, നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ലെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? ആ അയൽപ്പക്കം എത്രമാത്രം നീണ്ടു വരുന്നതാണ്. അയൽപ്പക്കത്ത് മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ സ്ഥലത്തിന് വില കൂട്ടുന്നത് അത് ഭൂമി മാഫിയ കൂട്ടിയതല്ല, പിന്നെയോ സ്നേഹ ബഹുമാനത്തിന്റെ വില കൂടലാണ്. കഥകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോ ജൂതൻ നല്ല വിലയാ പറയുന്നത്. എന്താ കാരണം? എന്റെ അയൽവാസി മുസ്ലിമാണ്. ഇതൊക്കെ എപ്പോഴാണ് നമ്മളുടെ സമൂഹത്തിൽ ഇനിയൊന്നുണ്ടാകുക? അയൽവാസികളുമായുള്ള ബന്ധം പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാണ്, ഞാൻ മരിച്ചാൽ സ്വത്തിന്റെ ഒരു ഭാഗം അയൽവാസികൾക്ക് കൊടുക്കണമെന്നെങ്ങാനും ജിബ്രീൽ പറയോ എന്ന് തോന്നിപ്പോയി. അത്രയും. അതുകൊണ്ട് അയൽവാസികളുമായുള്ള നല്ല ബന്ധം, നല്ല ബഹുമാനം. 8 വിരുന്നുകാരാണ്.
മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു, അയൽവാസിയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ രീതിയിൽ ഫൽയുക്രിം വൈഫഹു, വിരുന്നുകാരെ ബഹുമാനിക്കണം. രണ്ടു തരം വിരുന്നുകാരാണ്. ഒന്ന്, നമ്മൾ വിളിക്കുന്ന, നമ്മൾ ക്ഷണിക്കുന്ന നമ്മുടെ കുടുംബങ്ങളോ അയൽവാസികളോ നാട്ടുകാരോ പണ്ഡിതന്മാരോ ഒക്കെ ആയ ആൾക്കാർ, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കണം, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കണം. നമ്മളെടുത്തുള്ളത് അനുസരിച്ച്, അത് കട്ടൻ കാപ്പിയും പൂളയായാലും ശരി, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം. ഒന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണോ? ഓക്കെ, അവർക്കതാണോ വേണ്ടത്? വെറും ചോറ് മതിയോ? നോക്കണം, അന്വേഷിക്കണം. അല്ല, മധുരടണോ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം, നിങ്ങൾക്ക് ഏത് ഭക്ഷണമാണ് ഇഷ്ടം എന്ന് അറിയണം, അല്ലെങ്കിൽ ചോദിക്കണം. രണ്ടാമത്തെ വിരുന്നുകാരാരാന്നറിയോ? യാചകർ. പച്ചയായിട്ട് പറയാ, യാചകർ. നമ്മളെ അറിയാത്ത, നമ്മളറിയാത്ത, നമ്മളെ മുമ്പിൽ വന്ന് ചോദിക്കുന്ന ഇല്ലാത്തവർ, അവരുടെ കയ്യിൽ ആഭരണങ്ങളില്ല, അവര് വീടി വലിക്കുന്നില്ല, അവര് മുറുക്കുന്നില്ല, അങ്ങനെയുള്ള ഇല്ലാത്തവർ, അവരെ ബഹുമാനിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. പിന്നെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടുകാർ, ആ നാട്ടുകാരുമായുള്ള ബന്ധം, അവരെ അറിയുന്നു, അവരറിയുന്നു, അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയുന്നു. മുതിർന്നവരെ ബഹുമാനിക്കുന്നു. ഒരു ചിരി, ഒരു സംസാരം, ഒരു തോളിൽ കൈയിടൽ, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകൽ, നമ്മുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകൽ, ഇതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവസാനമായി, ലോകത്തുള്ള മുഴുവൻ ആളുകൾ, ലോകത്തുള്ള എല്ലാ ആളുകളും ആദമിന്റെ മക്കളാണ്. എവിടെ ചോർന്നൊലിച്ചാലും നമ്മുടെ വീട് ചോർന്നൊലിക്കുന്ന പോലെയാണ്. എവിടെ തീപിടുത്തമുണ്ടായാലും നമ്മുടെ വീടിന് തീപിടിച്ച പോലെയാണ്. അങ്ങനെ കിട്ടട്ടെ എന്നൊന്നും പറയാൻ നമുക്ക് ആർക്കും അവകാശം അല്ലാഹു തന്നിട്ടില്ല. നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ആർക്കെന്ത് ദുരിതമുണ്ടായാലും നമുക്കതിൽ ദുഃഖമേ ഉണ്ടാകാവൂ. സന്തോഷിക്കാൻ ഒരു വക പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും സന്തോഷം നമ്മുടെ സന്തോഷമാണ്, എല്ലാവരുടെയും വളർച്ച നമ്മുടെ വളർച്ചയാണ്, എല്ലാവരുടെയും സമ്മാനങ്ങൾ നമ്മുടെ സമ്മാനങ്ങളാണ്. ആർക്ക് റാങ്ക് കിട്ടിയാലും അത് നമുക്ക് കിട്ടിയ പോലെയാണ്. അസൂയയുടെ തരി പോലും ഉണ്ടാകണ്ട, അഹങ്കാരത്തിന് അംശമുണ്ടാകണ്ട, പൊങ്ങച്ചത്തിന്റെ ജാടയുടെ ഭാഗമുണ്ടാകണ്ട. അങ്ങനെ ലോകത്തോട് മുഴുവൻ എല്ലാവരോടും പരിഗണന, ആ പരിഗണനയാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത്. നമുക്കും പരിഗണന കിട്ടേണ്ടതുണ്ട്. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ചോദിക്കേണ്ടതുണ്ട്, ഇല്ലേ? അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ. നമുക്ക് എല്ലാവരെയും സഹായിക്കാനുള്ള കഴിവ് ഇല്ല, കയ്യിൽ കൂടുതൽ പണമില്ല, നമ്മുടെ കൈ ചെറുതാണ്. റസൂൽ വഫാത്തായ ശേഷം റസൂലിന്റെ ഭാര്യമാര് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ കൈ ഇങ്ങനെ ചുമരുമ്പോ വെക്കുമായിരുന്നു. അതെന്താ? ഏറ്റവും നീളമുള്ള കൈനെ കുറിച്ച് നബി പറഞ്ഞിരുന്നു. അതെന്താ? ദാനശീലത്തെ പറ്റി പറഞ്ഞു. പക്ഷേ നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ? പ്രാർത്ഥനയാണ്. അത് നമുക്ക് ചെയ്യാൻ കഴിയും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും സ്വർഗത്തിലെത്തണം. അതിനെന്ത് വേണം? നരകത്ത് പോകുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടണം. അള്ളാഹുവോട് മാത്രം ഇസ്തിഗാസ ചെയ്യണം, അള്ളാഹിനോട് മാത്രം ദ്വാരക്കണം, നിസ്കരിക്കണം. ഒക്കെ ഒരു കുട്ടിയും തന്നെ ഞങ്ങൾക്ക് സ്നേഹം കിട്ടിയില്ല എന്ന് പറയരുത്. അങ്ങനെ ആ കുട്ടി ഒളിച്ചോടരുത്, നാട് വിട്ടു പോകരുത്. ആ കുട്ടി പരുക്കനാകരുത്, പരുഷമാകരുത്, ഒരിക്കലും തന്നെ കഠിനഹൃദയനാകരുത്. അങ്ങനെ നമ്മുടെ മക്കൾ ആയിത്തീരാൻ വേണ്ടി നമുക്ക് കഠിനമായി നന്നായി ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.